സോ ഇന്ന് നമ്മൾ വന്നുള്ളത് GTA San Andreasലാണ്. അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. എന്തായാലും നമ്മൾ GTA San Andreasലാണ് വന്നുള്ളത്. സോ വീഡിയോ പുതിയ വിസിലേക്ക് ചെറിയ സബ്യ റൂട്ട് 1K ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറേ ദിവസം ഗ്യാപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സൗണ്ട് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ട് ഗെയിം. ഓക്കെ, ഇതെല്ലാം എന്താണ് 1992 ലിബിലി സിറ്റിയോ അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു പോലീസുകാർ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാണ്. പോലീസുകാർ വരുന്നുണ്ട് കേട്ടോ, നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. സോ ഓക്കെ ഇതാണ് നമ്മൾ കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു സൈക്കിൾ കാണുന്നുണ്ട്. ഓക്കെ, ആ സൈക്കിൾ എടുക്കാനാണ് അവർ നമ്മളോട് പറയുന്നത്. സോ ഓക്കെ, നമ്മൾ ആ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഇതെന്താ സെലക്ട് സ്റ്റിയറിങ് മെത്തേഡ്. സോ നമ്മളെന്തായാലും ബട്ടൺസിനാണ് എടുത്തിട്ടുള്ളത്. ബട്ടൺസാണ് സുഖം. അത് നമ്മൾ ഓട്ടി പോവുകയാണ്. സോ എനിക്കൊരു കാർ എടുക്കണം. അതാ ഈ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു കാറാണ്. ഇവിടെ സോ ഇവിടെ ട്രാഫിക് ഉണ്ടോന്ന് നീലക്കാടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. നീല കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത്. സോ ആ കാർ നമ്മൾ എടുക്കാൻ പോവുകയാണ്. എടാ അത് ആരുടെ ആ കാർ പോയി. എടാ അതിൻ്റെ അടുത്ത് ടാക്സി ഉണ്ട്. ടാക്സി എനിക്ക് വേണ്ട. ടാക്സി ഞാൻ ഉപയോഗിക്കില്ല, അത് വേറെ കാര്യം. ഓക്കെ, ഓക്കെ അതേപോലത്തെ വേറെ കാര്യമുണ്ടോ? അയാൾ നമ്മൾ ഇടിച്ചിട്ടുണ്ട്. കുറച്ച് ഓൾഡ് അയാളാണല്ലോ. അല്ലല്ലോ, ഓൾഡ് ആയാലോ. സോ അയാൾ നമ്മൾ ഇടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട്. ഓക്കെ എടാ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രെയിൻ പാലത്തൂടെ കയറി പോകുന്നത്. ആര് വിചാരിച്ചു ഇവിടെ എത്ര തുരക്ക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് ബാക്ക് അടിച്ച് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തുടക്കത്തിലേക്കൂടെ അല്ല നമ്മൾ പോകുന്നത്, വേറെ റൂട്ട് കൂടെ പോകുന്നത്. സൂക്കി എന്താണ് ഇവിടെ ഒരു കയറ്റുണ്ട്. അടാ ഇടിച്ചു അടാ നമ്മളെ വണ്ടി ഇപ്പോൾ പഞ്ചറായിട്ടുണ്ട്. സോ ഇനി അടുത്ത വണ്ടി എടുക്കാതെ നോക്കാം. ബാക്ക് അടി ഓക്കെ, നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. സോ അടുത്ത വണ്ടി നമ്മൾ എടുക്കാതെ നോക്കാം. ഓക്കെ, പതിയെ പോവാണ്. ഓക്കെ, അടുത്ത വണ്ടി ഇടിച്ചില്ല. എന്താടാ നമ്മൾ ജസ്റ്റ് ഫുള്ള് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ പുതിയ വണ്ടി എടുക്കണം. വേറെ ആരെങ്കിലും ഇടിച്ചിട്ട് നമ്മളൊരു ട്രക്കൊക്കെ വേണം. എന്നാൽ നമ്മൾ എടുക്കാൻ നോക്കാം. ഇങ്ങനത്തെ ട്രക്ക് വേണം. എനിക്ക് ഇനി ഏത് വണ്ടി വരുന്ന ആ വണ്ടി നമ്മൾ എടുക്കും. ട്രക്ക്. സോ നമ്മൾ അവിടെ ഒരു ബൈക്കിലേലും പറപ്പിച്ച് പോകുന്നുണ്ട്. സോ നമ്മളെന്തായാലും ഇത് എല്ലാത്തിലും ഈ ഡ്രൈവറിനുള്ളത്. നേരത്തെ ഈ ഒരു ഹെയർ സ്റ്റൈൽ വെട്ടിയ ഒരാളായിരുന്നു. വേണം കേട്ടോ, ഈ ഒരു ഹെയർ സ്റ്റൈൽ വെട്ടിയ ആളായിരുന്നു എന്നുള്ളത്. സോ ഈ വണ്ടിയുടെ പേരെന്താണ്? ബോം കാറ്റോ. നമ്മളെല്ലാവരും ഇടിച്ചിട്ടുണ്ട്. സോ ബീച്ചെത്തി. സോ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അത് കേട്ടില്ല, ബീച്ചിലാണ് എത്തിയത്. നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റുമോ എനിക്കറിയില്ല. എടാ നമ്മളതേപോലത്തെ ബോം കാറ്റിൻ്റെ കുറേ വണ്ടികളുണ്ട്. ഇവിടുത്തെ ഒരാളെ ഇടിച്ചു. അവൻ എന്താ കാണിക്കുന്നത്? തലയെ കൈ വെക്കുന്നു. അവൻ്റെയൊക്കെ തോക്ക്. ഇനി നമുക്ക് ഇവിടെ നിൽക്കാം. അവൻ തോക്ക് കാണിച്ച് പേടിപ്പിക്കുകയാണ്. ബട്ട് നമ്മളിപ്പോൾ പിന്നെ അവനെ ഇടിപ്പിച്ചിടാം. ഇപ്പം എന്തായാലും നമ്മൾ അവനെ ഇടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോ നമ്മളെന്തായാലും കടലിലോട്ട് പോകാൻ പറ്റില്ല. കടലിലോട്ട് പോകാൻ പറ്റില്ല. അത് എന്താടാ നമുക്ക് പോകാം. അവിടെ പോലീസ് വണ്ടി ഉണ്ട് കേട്ടോ. സോ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. എഗെയിൻ നമ്മളെ പോലത്തെ ബോം കാറ്റിൻ്റെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. സോ നമ്മൾ പോലീസിന് ഹോട്ടലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബീച്ചിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്താണ് ഞാൻ ഈ ബീച്ചിലോട്ട് പോകുന്നില്ല. എന്നിട്ട് വീണ്ടും നമ്മുടെ വണ്ടി എടുക്കാനൊക്കെ നമ്മുടെ വണ്ടീൻ്റെ ഡോറൊക്കെ പോയിട്ടുണ്ട്. ഇത് ഏതാടാ വയ്യ? ഓഫ് റോഡ് വയ്യാണോ ഒന്നും കേസ്. ഇത് കിടിലം വയ്യാനാണ് അവിടെ. ഓക്കെ വണ്ടിയാൾ ഇരുന്നുണ്ട്. ഇത് കിടിലം. ഏതൊരു അംബാസഡറിൻ്റെ അടുത്ത വണ്ടിയാണല്ലോ. സോ ഓക്കെ, കുറച്ചുകൂടെ കിടിലം വണ്ടിയാളായിരുന്നു. ഇവിടെ ഒരു തുരങ്കമുണ്ട്. അംബാസഡറിൻ്റെ അടുത്തുള്ള വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് കിടിലാണ്ടോ. ഈ വണ്ടി വരുന്നത് കുറച്ച് കിടിലാണ്. സോ ഇവിടെ കുറേ വണ്ടിയാശൊക്കെ അടുപ്പിച്ച് വണ്ടികളിരുന്നു. സോ ഓക്കെ അടുപ്പിച്ച് വണ്ടികളിരുന്നില്ല. സോ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. എന്തായാലും നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ വാനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ അടുത്തൊരു കിടിക്കച്ച് വിട്ട് നമ്മൾ വീണ്ടും വരുമ്പോഴത്തേക്കും ബൈ.